ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിന്ന് പെൽഗാമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ദാൽ ലേക്കിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ഞങ്ങളൊരു ആപ്പിൾ തോട്ടത്തിൽ നിർത്തിയായിരുന്നു. ഞങ്ങൾ ലേക്ക് വിക്ടോറിയ എന്ന് പറയുന്ന ഹൗസ് ബോട്ടിലാണ് താമസിച്ചത്. നമ്മൾ ഷിക്കാരയിലാണ് അവരോട് ഇങ്ങോട്ട് പിക്ക് ചെയ്യാൻ വരുന്നത്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹൗസ് ബോട്ട്. നമ്മുടെ കേരളത്തിലുള്ള ഹൗസ് ബോട്ടിനേക്കാൾ ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. ഈ വീട് ഫുള്ള് വുഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഡൈനിങ് റൂം. ഈ കാണുന്ന കോറിഡോറിൻ്റെ സൈഡിലായിട്ടാണ് റൂംസ് ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ റൂം. 3 പേർക്ക് കംഫർട്ടബിളായിട്ട് ഇവിടെ താമസിക്കാം. ഇതിൽ AC ഉണ്ട്. ഇതാണ് ബാത്റൂം. നല്ല ക്ലീൻ ആൻഡ് ക്വയൻ്റ് ആയിരുന്നു. ഹൗസ് ബോട്ടിലെ കോറിഡോറിൻ്റെ ഏറ്റവും അവസാനത്തെ മുറി ഇതാണ്. ഒരു ഷാമിയാന പോലെയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ അകത്താണ് ബെഡ്. നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചർ ആയിരുന്നു. സ്കാം അലേർട്ട് 1. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആൻറ്റിയുടെ കസിനാണ് ആ അങ്കിള്. ആ അങ്കിളിൻ്റെ കൂടെ അവർ ആർമിയുടെ ബോട്ടിലാണ് പോയത്. ഇത് നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല, ആൻറ്റിയുടെ റിലേറ്റീവ് ആയതുകൊണ്ടാണ്. സ്കാം അലേർട്ട് 2. ഇത് ബഷീർ ഭായ് ആണ്. ഞങ്ങളുടെ അടുത്ത് വലിയൊരു റേറ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് കുറച്ചൊക്കെ കുറപ്പിച്ചിട്ടാണ് ആ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിയത്. പിന്നെയാണ് മനസ്സിലായത് പിറ്റേ ദിവസം ഞങ്ങൾ വാങ്ങിയതിനേക്കാളും പകുതി പൈസയ്ക്ക് പുള്ളി ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് തന്നെ അത് വിറ്റു എന്നുള്ളത്. ഇത് വലിയൊരു സ്കാമാണ് കേട്ടോ. അവിടെ ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊരു ഷിക്കാര റൈഡിന് പോയി. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു റൈഡായിരുന്നു അത്. ഇത് അവിടുത്തെ മീന ബസാറാണെന്നാണ് ആ ഷിക്കാരയിലെ ചേട്ടൻ പറഞ്ഞത്. ഓൾറെഡി കുറെ സ്കാമിൽ പോയി പെട്ടതുകൊണ്ട് പിന്നെ അവിടെ നിന്നൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. ഒടിഞ്ഞൊടിഞ്ഞു പോയതാ. ഇത് തന്നപ്പോ ഉണ്ടായിരുന്നു. ഇത് ദ്രവിച്ചാറ്റിരിക്കണത്. ബ്യൂട്ടിഫുൾ കിളീനെ കണ്ടില്ലേ നീ? ചിന്തമത്കരോ അവരും തിരിച്ചു. പേടിച്ചിരിക്കണ താറാം കുഞ്ഞുങ്ങളെ കണ്ടാ? കാട്ടു താറാവ്. അത് തന്നെ തിരയണതൊന്ന് പറഞ്ഞോട്. വെള്ളത്തിൽ തിരയാൻ നിൽക്കരുതിട്ടാരും. താറാവാണ് കണ്ട. മറ്റുള്ളൊക്കെ പെണ്ണുങ്ങളാ. കയ്യിലും ചാർത്തടി. ഇത് ഞങ്ങൾ പണ്ടേ പേറ്റൻസ് എടുത്തിട്ടുള്ള ആക്ഷൻ അന്താക്ഷരിയാണ്. നാണമാകുന്നു. ചോദിച്ചു പോണം പറഞ്ഞാല് ചോദിച്ചു ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് പരിപാടി ഇഷ്ടപ്പെട്ട്. എന്തോരം പാടം ഉണ്ടായിരുന്നു. 1 ഏക്കർ പാടം മേടിച്ച് 2 ഇതുപോലെ നമുക്ക് ചെയ്താല. അതെ, എന്നിട്ട് ഒരു സൈഡിൽ ഒതുക്കിയിട്ട് കുറച്ച് കപ്പയും കുറച്ച് മീൻ പൊള്ളിച്ച തലക്കറിയും. ഒരുത്തി അനിയത്തി ചേടിക്ക് അനിയത്തിനെ കൊണ്ട് പോവാണ്. ഇവര് നീ കാലിങ്ങനെ ആലിംഗനം ചെയ്ത് പുഴയിലോട്ട്. സീനാമ്മൻ്റെയും മമ്മിയും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അതുകൊണ്ട് ചില കഥകൾ അവർ പറയുന്നത് ആരെയും കേൾപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ 4 പേരുള്ള 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടാണ് ബോട്ട് റൈഡിന് പോയത്. മ്യൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഒന്നെങ്കിൽ പാട്ട് അല്ലെങ്കിൽ ചില നോൺ വെജ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് കേട്ടോ. ഈശ്വര, ഇവരിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ കിടക്കണ സൺസെറ്റ് കാണാൻ. കഴിക്കാൻ വന്നപ്പോഴിച്ചിരി വയ്യായിരുന്നു. നമ്മുടെ ഞങ്ങൾ കൊണ്ടുപോയി. മിനിയാണ്ടി വേറെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു.
ഒക്കെ അതിൽ വരുമായിരിക്കും അല്ലേ? അടുത്ത ടൂർ പോകുമ്പോൾ എല്ലാരും കൂടി ഫ്രീ ആയിട്ട് സീനാമേനെ കൊണ്ടുപോകണം, ഷെയർ ഇട്ട് കൊണ്ടുപോകണം. റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഫുള്ള് സെല്ലേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ ഹൗസ് ബോട്ട് മൊത്തം. ഇത് ഈ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയ ഒരു टेबल ലാമ്പാണ്. यहाँ पे है ना, यहाँ से ऊपर खींचो, पहले होल्डर लगाओ, फिर उसके बाद बल्ब और यहाँ से प्लग सीधा उसमें. ये समथिंग डिफरेंट है. हम कोरियर भी करते हैं. രാത്രി ആയാലും ഇവിടെ ഫുള്ള് സെല്ലേഴ്സ് ആയിരിക്കും. അവർ ചെറിയ ചെറിയ വഞ്ചികളിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് ഓരോന്നൊക്കെ വേണമെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ ഡിന്നർ ബഫേ ആണ്. ഞങ്ങളിവിടെ ഏർലി മോർണിംഗ് എഴുന്നേറ്റായിരുന്നു. അപ്പോൾ ഉള്ള വിഷ്വൽസ് ആണ് ഇതൊക്കെ. हमारे यहाँ पे बहुत गर्मी है, बोल रही है नहीं. ഈ അങ്കിള് ഫ്ലവേഴ്സിൻ്റെ വിത്ത് വിൽക്കാൻ വന്നതാണ്. മമ്മി ആളോട് ഇത് നമ്മുടെ നാട്ടിൽ വളരില്ല എന്ന് പറയാം. പിന്നെ പൂക്കൾ വിൽക്കുന്ന ഒരു ചേട്ടൻ വന്നു. ഒരുപാട് ബാർഗെയിൻ ചെയ്തതിന് ശേഷം 100 രൂപയ്ക്ക് 5 മിനിറ്റ് ഫോട്ടോസ് എടുക്കാൻ പുള്ളി സമ്മതിച്ചു. ഇതപ്പം എടുത്ത ഫോട്ടോസാണ്. ഇത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഏർലി മോർണിംഗ് തന്നെ ചെക്കൗട്ട് ചെയ്ത് തിരിച്ചു പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.